أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നാസിലെ ആദ്യ 4 വചനങ്ങളാണ് നിങ്ങൾ കേട്ടുകഴിഞ്ഞത്. ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ്: പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. പറയുക, ഞാൻ അഭയം പ്രാപിക്കുന്നു മനുഷ്യരുടെ നാഥനെ, മനുഷ്യരുടെ രാജാവിനെ, മനുഷ്യരുടെ യഥാർത്ഥ ആരാധ്യനെ. ഈ ആയത്തുകളുടെ തഫ്സീറിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പാശ്ചാത്യ സമൂഹത്തിൻ്റെ ഫിത്ന രൂക്ഷമാകുന്ന സമയത്ത് നാം ദുആയിൽ മുഴുകിക്കൊണ്ടിരിക്കണം എന്ന അധ്യാപനമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു നൽകുന്നത്. വിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ സമയത്ത് അള്ളാഹുവിൽ അഭയം തേടേണ്ടതാണ്. അതായത് റബ്ബും മലിക്കും ഇലാഹുമായ അള്ളാഹുവിൽ അഭയം തേടുക. അള്ളാഹുവിൻ്റെ ഈ ഗുണനാമങ്ങളെ ലോകത്തു നിന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ ഷർറിൽ നിന്നും നിന്നിൽ അഭയം തേടുന്നു. ഈ അക്രമി സമൂഹത്തിൻ്റെ ഫിത്നകളിൽ നിന്നും സംരക്ഷണം നൽകണമേ എന്ന നിന്റെ ഗുണനാമങ്ങൾ ലോകത്ത് സ്ഥാപിച്ച് കാണിക്കണമേ എന്ന് ദുആ ചെയ്യുക. സൂറ ഫലക്കിലെ വമിൻ ഷർരി ഗാസിക്കിൻ ഇദാ വഖബ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിരുന്നു, അവസാന കാലത്ത് ഇസ്ലാമിൻ്റെ അവസ്ഥ വളരെ ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിൽ അള്ളാഹു ഒരാളെ ഉയർത്ത് എഴുന്നേൽപ്പിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം ജനങ്ങൾക്ക് ശിക്ഷണം നൽകുന്നതാണ്. ഇസ്ലാമിനെ മോശമായ അവസ്ഥയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സത്യസാക്ഷ്യത്തിന് ആകാശീയ അടയാളം പ്രകടമാകുന്നതാണ്. അതിലൊന്ന് സൂര്യചന്ദ്ര ഗ്രഹണമാണ്. ഈ സൂറത്തിൽ പറയുന്നത്, ഈ പരിഷ്കർത്താവിൻ്റെ ആഗമന സമയത്ത് 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ലോകത്ത് ഉണ്ടാവുക. 1 കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, 2 ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, 3 മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ 3 കാര്യങ്ങൾ മനുഷ്യനെ പുരോഗതിയിലേക്കും അതുപോലെ തന്നെ അധപ്പതനത്തിലേക്കും നയിക്കുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഓരോ കുട്ടിയും ജനിക്കുന്നത് ഇസ്ലാമായിട്ടാണ്. പിന്നീട് അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദിയും ക്രിസ്ത്യാനിയും മജൂസിയും എല്ലാം ആക്കി മാറ്റുന്നത്. ഒരു മാതാവ് തൻ്റെ കുട്ടിയെ പരിപാലിക്കുന്നത് വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ടാണ്. രാത്രിയിൽ പോലും പലപ്പോഴും ഉറക്കം ഉപേക്ഷിച്ച് തൻ്റെ കുട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു. എന്നാൽ പിന്നീട് തെറ്റായ ശിക്ഷണം നൽകി ആ കുട്ടിയെ ബഹുദൈവാരാധകരും മറ്റുമാക്കി മാറ്റുന്നു. ഒരു പിതാവ് തൻ്റെ ജീവിതം തന്നെ തൻ്റെ മക്കൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. എന്നാൽ അവരിൽ ചിലർ തങ്ങളുടെ മക്കളെ ദൈവത്തിൽ നിന്ന് തന്നെ അകറ്റിക്കളയുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയാണ് ഭരണാധികാരികളും ചെയ്യുന്നത്. അവർ പ്രജകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവ എത്തിച്ചു നൽകുന്നു. പക്ഷേ ശരിയായ വിദ്യാഭ്യാസം നൽകുന്നില്ല. നല്ല ശിക്ഷണം ലഭിക്കാത്തത് കാരണം ഒരു തലമുറ തന്നെ നശിക്കാൻ ഇടയാവുന്നു. പല നേതാക്കന്മാരും തങ്ങളുടെ അനുയായികളെ നേർവഴിയിൽ നടത്താനാണെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. പ്രത്യക്ഷമായി അവർ പലതും ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവർ ജനങ്ങളെ നാശത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. പണ്ഡിതന്മാരും പാതിരിമാരും അവരുടെ അനുയായികൾക്ക് പല പദ്ധതികളും പറഞ്ഞു കൊടുക്കുന്നു. അത് പ്രാവർത്തികമാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നു, കളവ് പറയരുത്, വഞ്ചന പാടില്ല, ആരെയും വധിക്കരുത്, സത്യസന്ധത മുറുകെ പിടിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത് എല്ലാ മതങ്ങളും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഭാഗത്ത് അവർ പാവപ്പെട്ടവരെ പണക്കാരിൽ നിന്നും ചന്ത ഒരുമിച്ച് കൂട്ടി സഹായിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് യേശു ദൈവപുത്രനാണ് എന്ന അധ്യാപനം നൽകിക്കൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്നവരുടെ ഷെറിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മ വന്നു ഭവിക്കും എന്ന ഭയമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ അഭയം പ്രാപിക്കാനാണ് പറയുന്നത്. അതുപോലെ ഭൗതിക ഭരണകൂടങ്ങളിൽ നിന്നായാലും ആത്മീയ പ്രസ്ഥാനങ്ങളിൽ നിന്നായാലും പ്രയാസമോ മറ്റോ ഉണ്ടായാൽ അള്ളാഹുവിൽ അഭയം തേടാനുള്ള കൽപ്പനയാണുള്ളത്. റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ് എന്നീ പരിപൂർണ ദുആ മുഹമ്മദിയ ഉമ്മത്തിന് അള്ളാഹു പഠിപ്പിച്ചതും ഇതുകൊണ്ടാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.